ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുക എൻ്റെ കാറൊക്കെ തുറന്നിട്ടിട്ട് ഇങ്ങനെ നിൽക്കണേന്ന്. വേറെ ഒന്നുമല്ല, ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞങ്ങൾ പോർട്ട്പുറയിൽ നിന്ന് റീലൊക്കേറ്റ് ചെയ്യാണ്. ക്വീൻസ്ലാൻഡിലെ ഒരു ടൗണിലോട്ടാണ് മാറുന്നത്. അപ്പം ഇവിടുന്ന് കാറ് ഞങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ, കാറ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഏകദേശം 27 hours എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ കാറ് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം ഒരു ഏജൻസിനൊക്കെ ബുക്ക് ചെയ്ത് ഈ കാർ അവിടെ എത്തണമെങ്കിൽ ഏകദേശം ഒരു $3,000 $3,100 അവിടെ വന്നിട്ട് കേട്ടോ. അതായത് നിങ്ങൾ റീജിയണൽ ഏരിയ ആയതുകൊണ്ട് അവരൊന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയിന്ന്. അപ്പം ഇതേപോലെ ഒരു 80 കിലോ ഉണ്ട്. ഇത് മൊത്തം ഞങ്ങൾ കവർ ചെയ്ത് പാക്ക് ചെയ്ത് സെറ്റായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ 27 മണിക്കൂർ ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത, പലരും ചോദിച്ചു നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് വിടുന്നത്, ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത കൊച്ചുള്ളത് കൊണ്ടാണ്. അവർ നിർത്തിയൊക്കെ പോയുമ്പോഴത്തേക്ക് അവിടെ ടയർഡാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ പോവാണ്. ഇത് ഇങ്ങനെ പാക്ക് ചെയ്ത് പോകുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി എടുക്കാനുള്ള ആൾ വന്നു. നമ്മുടെ ഒരു ഹരിയാനക്കാരനാണ്. അപ്പം പുള്ളി ഇവിടെ 4 വർഷമായിട്ടുള്ള ഒരാളാണ്. അപ്പം ഇവിടുന്ന് കാർ ഇങ്ങനെ കൊണ്ടുപോയി അവർ നേരെ അഡ്ലൈഡ് ടു ബ്രിസ്ബെയിൻ ടു നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് അവരെത്തിച്ചു തരും. ഒരു ഫാസ്റ്റ് റൈഡാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഹോപ്പ്ഫുള്ളി എല്ലാം സേഫായിരിക്കും.